ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വ്യക്തി ദൈവത്തിൽ വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ വസിക്കുന്നവൻ്റെ ജീവിതം പാപത്തെ ജയിക്കുന്ന ജീവിതം ആയിരിക്കും. യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടയാളം എന്താണ്? ഒരു സഭയിൽ പോകുന്നതാണോ? ബൈബിൾ വായിക്കുന്നതാണോ? പ്രാർത്ഥിക്കുന്നതാണോ? ഇതെല്ലാം ഒരു ദൈവവേദൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ആവശ്യവുമാണ്. പക്ഷെ ദൈവവചനം നമ്മോട് പറയുന്ന ഒരു വലിയ സത്യം ഇതാണ്: യേശുവിൽ വസിക്കുന്ന ആരും പാപത്തിൽ തുടരുന്നില്ല. ഇത് എത്ര പേർ ഗൗരവമായിട്ട് ചിന്തിക്കുന്നുണ്ട്? ഒരു മത്സ്യം ജീവിക്കുന്നത് വെള്ളത്തിലാണ്. മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്താൽ എന്താണ് സംഭവിക്കുന്നത്? അത് അല്പസമയം പിടച്ചതിന് ശേഷം ചാകുന്നു. കാരണം അതിന് വെള്ളത്തിൽ മാത്രമാണ് ജീവിക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ ആത്മീയ ജീവൻ ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം ശൂന്യമാകും. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. കൊമ്പിന് ഒരിക്കലും മുന്തിരിവള്ളിയിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ഫലം ഉണ്ടാകുന്നില്ല, ജീവൻ നഷ്ടപ്പെടും. ഇതുപോലെ തന്നെ ആണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന വ്യക്തി പാപത്തിൽ തുടരുന്നില്ല. നാം ചിന്തിക്കുന്നത് യോഹന്നാൻ്റെ ലേഖനമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 4 മുതൽ ഉള്ള വചനങ്ങളിൽ ഇങ്ങനെ കാണുന്നു: പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ യേശു പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. യേശുവിൽ പാപം ഇല്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപത്തിൽ തുടരുന്നില്ല. പാപത്തിൽ തുടരുന്നവൻ ആരും അവനെ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. വളരെ ഗൗരവമായ ഒരു താക്കീത് പോലെയാണ് ഇന്നത്തെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ പറയുന്നു, പാപങ്ങളെ നീക്കുവാൻ യേശു പ്രത്യക്ഷനായി. യേശു എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്? നമ്മുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി, നമുക്ക് നല്ല ആരോഗ്യം നൽകി, നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ മെച്ചപ്പെടുത്തി, മറ്റുള്ളവരെക്കാൾ നമ്മളെ ഉന്നതന്മാരാക്കി മാറ്റുവാൻ വേണ്ടി മാത്രമാണ് യേശു വന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ നടുവിൽ ദൈവവചനം പറയുന്നു, പാപങ്ങളെ നീക്കുവാൻ യേശു പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. യോഹന്നാൻ 1:29 യേശു തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, പാപങ്ങളെ നീക്കുന്നവനാണ് യേശു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, യേശു പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. റോമർ 11:27 പറയുന്നു, ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പാപങ്ങളെ നീക്കുന്നവൻ, പാപങ്ങളെ ചുമക്കുന്നവൻ, പാപങ്ങളെ നീക്കുന്നവൻ. എബ്രായർ 9:28 അങ്ങനെ ക്രിസ്തുവും അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. പാപങ്ങളെ ചുമക്കുന്നവൻ. 10:11 നമ്മൾ വായിക്കുമ്പോൾ, ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ. നോക്കൂ, ഇവിടെയെല്ലാം പറയുന്നത് പാപങ്ങളെ യേശു ചുമക്കുന്നു, പാപങ്ങളെ പരിഹരിക്കുന്നു, പാപങ്ങളെ നീക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. യേശു രക്ഷകനാണ്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവൻ യേശു എന്ന് പേര് വിളിക്കണം. അപ്പോൾ യേശു പ്രത്യക്ഷനായത് എന്തിനാണ്? അവൻ പാപങ്ങളെ നീക്കുവാൻ, നമ്മിൽ നിന്ന് നമ്മുടെ പാപങ്ങളെ നീക്കുവാനാണ് യേശു പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. യേശുവിൽ പാപം ഇല്ല. പ്രിയപ്പെട്ടവരെ, ഈ അറിവ് നമ്മിൽ എത്ര പേർക്കുണ്ട്? യേശു പ്രത്യക്ഷപ്പെട്ടത് പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ വേണ്ടിയാണ്. എന്നിട്ട് പറയുന്നു, അങ്ങനെ വിശ്വസിക്കുന്ന നിങ്ങൾ, അവനിൽ വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ പാപത്തിൽ തുടരുവാൻ പാടില്ല. ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിൽ വസിക്കുന്നുവെങ്കിൽ അവന് പാപത്തിൽ തുടരുവാൻ കഴിയുകയില്ല. അവൻ പാപം ചെയ്യുന്നില്ല എന്ന് ഈ വേദഭാഗത്ത് പറയുമ്പോൾ അതിൻ്റെ ശരിയായ അർത്ഥം അവൻ പാപത്തിൽ തുടരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നാം തെറ്റിപ്പോകരുത്. ഈ ലോകത്തിൽ ചിലർ പറയുന്നു, പാപം ചെയ്താൽ പ്രശ്നമില്ല.
പാപം ചെയ്തുകൊള്ളുക. കൃപ നമ്മിൽ എപ്പോഴും ദൈവം പകരും, ദൈവം എല്ലാം ക്ഷമിക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുത്. ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാം ഒരു ക്രിസ്ത്യാനിയായി സന്തോഷം. ഒരു സഭയിൽ നാം ഉൾപ്പെട്ട് നിൽക്കുന്നു, അതും അനുഗ്രഹമാണ്. സഭയുടെ പ്രാർത്ഥന, കൂട്ടായ്മ, ഇതെല്ലാം നമുക്ക് സന്തോഷമാണ്. എന്നാൽ ഒരു ചോദ്യം, നാം ക്രിസ്തുവിൽ വസിക്കുന്നു എങ്കിൽ നമുക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചിട്ടുണ്ടോ? പാപം നമ്മിൽ വാഴുകയാണോ അതോ പാപത്തിൻ്റെ മേൽ നാം വാഴുകയാണോ? ഇത് നാം തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. പാപത്തിന് നാം അടിമയാകാൻ പാടില്ല. ദൈവത്തിൻ്റെ നീതിയാൽ നാം പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച ഒരു ജീവിതം നയിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഇന്നും നാം പാപങ്ങളിൽ തുടരുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ വളരെ ശക്തമായ നിലയിൽ ആണ് താക്കീത് ചെയ്യുന്നത്. യേശു പ്രത്യക്ഷനായത് നമ്മിൽ നിന്ന് നമ്മുടെ പാപങ്ങളെ നീക്കുവാനാണ്. നമുക്കത് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്. എന്നെ മുറുകെ പറ്റുന്ന ഒരുപാട് പാപങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതിൽ നിന്ന് എനിക്ക് മോചനം ലഭിച്ചിട്ടില്ല. ദൈവം എന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, പല ക്രൈസ്തവർക്കും പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ കഴിയാതെ വീണ്ടും വീണ്ടും പാപങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്ന ഒരവസ്ഥയിൽ കഴിയുമ്പോൾ ദൈവവചനം ഞങ്ങളെ ഓർപ്പിക്കുന്നത്, യേശു ഞങ്ങളിൽ നിങ്ങളുടെ പാപങ്ങളെ നീക്കുവാൻ പ്രത്യക്ഷനായി. അതുകൊണ്ട് ക്രിസ്തുവിൽ വസിക്കുന്ന ഒരാളെന്ന നിലയിൽ പാപത്തിൽ തുടരുവാൻ ഞങ്ങൾക്ക് കഴിയുന്നതല്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. കർത്താവേ, പാപത്തിൻ്റെ മേൽ ജയം പ്രാപിച്ച് ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ.